good Lord wants us to speak through us a wonderful person in the Bible. വേദപുസ്തകത്തിലെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരാളിൽ കൂടെയാണ് ഇന്ന് ദൈവം നമ്മോട് ഇടപെടാൻ പോകുന്നത്. His name is Justus. അദ്ദേഹത്തിന്റെ പേര് യുസ്തോസ് എന്നാണ്. We can see him in two places in Acts chapter 18 verse 7 and in Colossians chapter 4 verse 11. യുസ്തോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 7-ാം വാക്യത്തിലും, രണ്ട് കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലും. And not a lot is written about him, but just a couple of sentences were written about him. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല, തീരെ ചെറിയ രണ്ട് വാക്യങ്ങൾ മാത്രം. But his life is really great. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം വർണ്ണനാതീതമാണ്. Who is this Justus? ആരായിരുന്നു ഈ യുസ്തോസ്? He is a Roman citizen. അദ്ദേഹം ഒരു റോമാ പൗരനായിരുന്നു. Living in Corinth. കൊരിന്തിൽ പാർത്തിരുന്ന ഒരു റോമാ പൗരൻ. Corinth, as you all know, it's a place known as godless city. ദൈവാനുഗ്രഹീതമായ ഒരു പട്ടണമായി കൊരിന്ത് അറിയപ്പെട്ടിരുന്നു. Where a lot of immoral activities take place. എന്നാൽ അവിടെ വളരെയേറെ അധാർമികമായ പ്രവൃത്തികളും നടന്നുകൊണ്ടിരുന്നു. It's a city which is abounding in sinfulness. പാപത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. In this kind of city, Corinth, അപ്രകാരമുള്ള കൊരിന്ത് പട്ടണത്തിൽ Justus leads as a righteous man. നീതിമാനായ യുസ്തോസ് നീതിരഹിതമായ ഈ പട്ടണത്തിൽ പാർക്കുകയാണ്. The life of Justus is something different than all the people in Corinth. കൊരിന്തിലെ മറ്റു ആളുകളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹം അനുവർത്തിച്ചിരുന്നത്. Turn your Bibles to Acts 18:7. വേദപുസ്തകം തുറക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 7-ാം വാക്യം. You see him as a worshipper of God. അദ്ദേഹം സത്യദൈവ ആരാധകനായി അവിടെ നമുക്ക് കാണാം. In Corinth, Justus is a man who was worshiping God. കൊരിന്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി യുസ്തോസിനെ നമുക്ക് മനസ്സിലാക്കാം. In a place where godless city, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട പട്ടണത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ, where people were immersed in all immoral activities, എല്ലാവിധ അധാർമിക ക്രിയകൾക്കും വശംവദരായ ജനതയുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിച്ച് പാർക്കുന്ന ഒരു ഭക്തൻ, where sinfulness is abounding, പാപത്തിന്റെ ബാഹുല്യം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണം. Justus was not part of those things in Corinth. എന്നാൽ ആ പട്ടണത്തിലെ എല്ലാ തിന്മകളിലും നിന്നും അകന്നു കഴിയുവാനാണ് യുസ്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. He was a very unique person. അതുല്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യുസ്തോസ്. He was living a different life than all the people in Corinth. കൊരിന്തിലെ മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി അദ്ദേഹം അനുവർത്തിച്ചുകൊണ്ടിരുന്നു. When all people were worshipping some of the worldly things, ലോകത്തെ ആരാധിക്കുന്ന, ലോകത്തിന്റെ ശക്തികളെ ആരാധിക്കുന്ന ജനതയുടെ മധ്യത്തിൽ Justus was worshipping a living God. യുസ്തോസ് സത്യദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. My dear brothers and sisters, എന്റെ പ്രിയ സഹോദര സഹോദരികളെ, his worship, ഈ ആരാധനയിൽ കൂടെ he revealed himself who he was. അവൻ വെളിപ്പെടുത്തുന്നത് അവൻ ആരായിരുന്നു എന്നുള്ളതാണ്. He revealed himself that he is not a godless person. അവൻ ദൈവമില്ലാത്തവനല്ല എന്ന് അവൻ വെളിപ്പെടുത്തുകയാണ്. He revealed himself that he is not part of the immoral activities that many people in Corinth were involved in. പട്ടണത്തിലെ ജനതയുടെ ജീവിത ശൈലിക്ക് അനുസരിച്ച് ജീവിക്കുന്നതല്ല താനെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. Through his worship, he revealed that his heart, his passion and priorities are what? അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും മുൻഗണനകളും എന്തെല്ലാമാണെന്ന് ഈ ആരാധനാ ശൈലിയിൽ കൂടെ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. He revealed that his heart is not in the sin that people are immersed in. പാപത്തിൽ വീണ ജനതയോടൊപ്പം അല്ല തന്റെ മനസ്സും ഹൃദയവും എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. He revealed through his worship that he offered to God. താൻ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നാണ് ആരാധനയിൽ കൂടി യുസ്തോസ് വെളിപ്പെടുത്തുന്നത്. And not only that, he connected people. Came to know that Justus was not a person who is connected to the people and to the life of the sin and immoral godless life. കൊരിന്ത്യ ജനതയുടെ ജീവിത ശൈലിക്ക് ഒപ്പമല്ല താനെന്ന് താൻ ദിനംപ്രതി വെളിപ്പെടുത്തുകയാണ്. But his life is connected with God. അദ്ദേഹത്തിന്റെ ജീവിതം ദൈവാഭിമുഖീകരമായിരുന്നു. Through his worship he revealed that. What was his focus?
അദ്ദേഹത്തിന്റെ ലക്ഷ്യവും മാർഗവും എന്തെന്ന് അദ്ദേഹം തന്റെ ആരാധനയിൽ കൂടി വെളിപ്പെടുത്തുകയാണ്. Oh, the way that he led a life, people said he is focused to the worship of God. അദ്ദേഹം ദൈവകേന്ദ്രീകൃതമായ ആരാധനയിൽ അനുദിനം ജീവിക്കുന്നവനാണെന്ന് ജനതയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. People in Corinth had a different focus. കൊരിന്തിലെ ജനതകൾക്ക് വ്യത്യസ്തങ്ങളായ മുൻഗണനകളായിരുന്നു ഉണ്ടായിരുന്നത്. Their focus was on material things, ഭൗതിക കാര്യങ്ങളിലായിരുന്നു അവർ ജാഗ്രതയുള്ളവരായിരുന്നു. on business, കച്ചവടങ്ങളിൽ അവർ വ്യാപൃതരായിരുന്നു. on various activities of this world. ലോകത്തിൻ്റെതായ വ്യത്യസ്ത ആഗ്രഹങ്ങളിൽ അവർ കീഴ്പ്പെട്ടവരായിരുന്നു. When all those people focus was on those things, just as focus was on worshiping God. എല്ലാവരും അപ്രകാരമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നപ്പോൾ ഇവിടെ ഇതാ വ്യത്യസ്തനായ യുസ്തോസ് ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. As long as he lived, അവൻ ജീവിച്ച കാലത്തൊക്കെയും ദൈവത്തോടൊപ്പം ജീവിച്ചവനാണ്. he is a worshipper of God till the end of his life. ജീവിത അന്ത്യം വരെയും ദൈവത്തെ മാത്രം ആരാധിച്ചവനാണ്. He was not known as a person like any other Corinth, but he was a person known as a child of God. കൊരിന്തിലെ മറ്റു മനുഷ്യരെ പോലെയല്ല അദ്ദേഹം അറിയപ്പെട്ടത്, പിന്നെയോ ദൈവത്തിന്റെ മകനായി മാത്രം അറിയപ്പെട്ടവൻ. And because of this kind of life that Justus was living, അപ്രകാരം താൻ ജീവിതം നയിച്ചതിനാൽ, though he was not respected by many of the Corinths in Corinth, കൊരിന്തിലെ മറ്റാളുകൾ അദ്ദേഹത്തെ അത്രമാത്രം ഒന്നും ആദരിച്ചില്ലെങ്കിലും but he was respected by many brethren among himself. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആ സഭാ വിശ്വാസികളായ മറ്റുള്ളവർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. He was highly respected person. വളരെയേറെ ആദരണീയനായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. His fellow brothers respected Justus like anything. തന്റെ കൂട്ടുവിശ്വാസികൾ തന്നെ മറ്റ് ആരിലും അധികമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. Imagine in a place like Corinth. കൊരിന്ത് പോലെയുള്ള ഒരു പട്ടണത്തിൽ, It was not a simple place. അത് അവിടെ അങ്ങനെ ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പമല്ല. It was a place where lot of evil things were going on. വളരെയേറെ തിന്മകൾ പെരുകിയിരുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. In the midst of evilness, ആ തിന്മകളുടെ എല്ലാ മധ്യത്തിൽ, in the midst of dark activities, അന്ധകാര ശക്തികൾ പ്രബലപ്പെട്ടതായ പശ്ചാത്തലത്തിൽ, but Justus committed himself to worship God. യുസ്തോസ് ദൈവത്തിന് വേണ്ടി സമർപ്പിതനായി ജീവിക്കുകയാണ്. Are you living like Justus? നിങ്ങൾ യുസ്തോസിനെ പോലെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരാണോ? Justus never compromised with the activities that were going on in Corinth. ചുറ്റുപാടുകളുമായി ഒരിക്കൽ പോലും താൻ ഒത്തുതീർപ്പിൽ പോയിരുന്നില്ല. He did not mingle with those things. അപ്രകാരമുള്ള അധാർമികതയുമായി അദ്ദേഹം കൂട്ടുചേർന്നില്ല. You know, he wanted to be a unique person in Corinth. അദ്ദേഹം കൊരിന്തിൽ അതുല്യനായ ഒരു വ്യക്തിയായി വിളങ്ങുകയാണ്. Because he lived as a unique person, അപ്രകാരം താൻ ജീവിച്ചതിനാൽ his name came into the word of God. അദ്ദേഹത്തിന്റെ പേര് സത്യവചനത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. Today God reminds us, ഇന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, you know, you would be a special child if you lead a special life in this place where you are living. നാം ജീവിക്കുന്ന ഇടത്ത് നാം വ്യത്യസ്തരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, He's not only a good worshipper, അദ്ദേഹം ഒരു ആരാധകൻ മാത്രമായിരുന്നില്ല, but he's a good person, a loving person towards God's servants. ദൈവമക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ കൂടെയായിരുന്നു യുസ്തോസ്. Paul was a person who used to come very often to Corinth. പൗലോസ് ശ്ലീഹ കൊരിന്തിൽ സാധാരണയായി വരാറുണ്ടായിരുന്നു. He was coming and proclaiming the gospel of Jesus. കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി അപ്പോസ്തലൻ അവിടെ എത്തുക പതിവായിരുന്നു. Whenever he used to go to Corinth, he was spreading the gospel among the Jews and the Greeks. യഹൂദന്മാരുടെയും യവനന്മാരുടെയും ഇടയിൽ സത്യവചനം പ്രഘോഷിപ്പാൻ അപ്പോസ്തലൻ അത്രയേറെ തൽപരനായിരുന്നു. But after certain time, എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ the Jews and the Greeks resisted Paul. യഹൂദന്മാരും യവനന്മാരും കൂട്ടുചേർന്ന് പൗലോസിനെ എതിർക്കുകയാണ്. They didn't want Paul to preach anymore. പൗലോസ് അപ്പോസ്തലന് അവിടെ ഇനിയും പ്രസംഗിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെത്തിക്കുകയാണ്. They didn't want Paul to teach anymore. അവിടെ ഇനിയും കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ അവർ അവനെ They അനുവദിക്കുന്നില്ല. didn't want Paul to preach anymore. അവിടെ ഇനിയും പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ അവർ അനുവദിക്കുന്നില്ല. They became quite enemies to Paul. പൗലോസിനോട് ശത്രുതാ മനോഭാവത്തോടെ ഇടപെടുകയാണ്. They said no more for you to come into synagogue. ഇനി മേലാൽ ഇവിടെയുള്ള സിനഗോഗിൽ നീ വരാൻ പാടില്ല എന്ന് അവർ ശാസിക്കുകയാണ്. Synagogue doors were closed for Paul. സിനഗോഗിന്റെ വാതിലുകൾ പൗലോസിന് മേൽ കൊട്ടിയടക്കപ്പെട്ടു. They became a bitter enemies. അവർ പൗലോസിന് ശത്രുക്കളായി മാറുകയാണ്. Then Paul had no place. പൗലോസിന് ഇനിയും ചെന്ന് ഒത്തുചേരുവാനുള്ള ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു. But God's plan was Paul to remain in Corinth. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പൗലോസ് ശ്ലീഹ കൊരിന്തിൽ തന്നെ പാർക്കുക എന്നതായിരുന്നു. When the doors were shut for Paul,
സുനഗോഗിന്റെ വാതിലുകൾ പൗലോസിന്റെ മേൽ മുൻപിൽ അടയ്ക്കപ്പെട്ടപ്പോൾ it was Justus who welcomed into his house. ഇവിടെ ഇതാ പൗലോസിന് വേണ്ടി തന്റെ വാതിലുകൾ തുറക്കുന്ന യുസ്തോസിനെയാണ് നാം കാണുന്നത്. Justus who opened the doors for Paul. യുസ്തോസ് തന്റെ വീടിന്റെ വാതിൽ പൗലോസിന് വേണ്ടി തുറക്കുകയാണ്. Why did Justus open the doors of his house for Paul? എന്തിനാണ് പൗലോസിന് വേണ്ടി തന്റെ വീട് യുസ്തോസ് തുറന്നു കൊടുത്തത്? He didn't want Paul to leave Corinth. താൻ പൗലോസ് ശ്ലീഹ ഒരിക്കൽ പോലും കൊരിന്ത് വിട്ട് പോകുവാൻ യുസ്തോസ് ആഗ്രഹിക്കുന്നില്ല. All Jews and Greeks may not want you to be in Corinth. യഹൂദന്മാരും യവനന്മാരും കൊരിന്തിൽ നിന്ന് പൗലോസിനെ ആട്ടിപ്പായിക്കുവാൻ ശ്രമിക്കുമ്പോൾ But I want you to be in Corinth. യുസ്തോസ് ആഗ്രഹിക്കുന്നത് പൗലോസ് ശ്ലീഹ കൊരിന്തിൽ തന്നെ വേണമെന്നാണ്. Stay in Corinth. നീ കൊരിന്തിൽ തന്നെ പാർക്കണം. People of Corinth have to hear the gospel. കൊരിന്തിലെ ഈ ജനത ദൈവത്തിന്റെ നിർമ്മല സുവിശേഷം കേൾക്കേണ്ടത് ആവശ്യമാണ്. You must be here, Paul. നീ ഇവിടെ തന്നെ പാർക്കണം പൗലോസേ I will എന്ന്. not allow you to go. ഞാൻ നിന്നെ പോകുവാൻ അനുവദിക്കുകയില്ല. Come and stay with in my house. എന്റെ വീട്ടിൽ വന്ന് നീ പാർക്കുക. Imagine Justus, boldness. അദ്ദേഹത്തിന്റെ ധൈര്യം എത്രമാത്രമെന്ന് നാം ഒന്ന് ഊഹിച്ചെടുക്കുക. Among the people of Jews and Greeks, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ എതിർക്കുന്ന പൗലോസിനെ, who were the very significant people, അവരാണ് ആ സമൂഹത്തിലെ പ്രബലരായ വ്യക്തികൾ, who were influenced people. അവർ സ്വാധീനമുള്ളവരാണ്. Greeks were known to be the most greatly knowledgeable people. വളരെ ജ്ഞാനികളായ ജനതയായിരുന്നു യവനന്മാരെന്ന് നമുക്കറിയാം. And the situation outside was a dangerous situation. ചുറ്റുപാട് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ്. Whatever it might be, എന്തൊക്കെയാണെങ്കിലും you must come and stay in my house. നീ എന്റെ വീട്ടിൽ പാർക്കണമെന്നുള്ള നിർബന്ധം യുസ്തോസ് പൗലോസിന് മേൽ ചെലുത്തുകയാണ്. Justus was, giving himself, what may situations come, I'm going to face those. എന്തെല്ലാം സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞാലും എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും എല്ലാം ഞാൻ അഭിമുഖീകരിക്കാൻ സന്നദ്ധനാണെന്ന് യുസ്തോസ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. But Paul, I want you to be in my house. പൗലോസേ, നീ എന്റെ വീട്ടിൽ പാർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. It was not just for Justus' sake, but he was asking Paul to be in Corinth for the whole entire people of Corinth salvation. ഇതൊരു മുഖസ്തുതിയായി പറഞ്ഞ വാക്കല്ലായിരുന്നു. പിന്നെയോ എല്ലാവരും എതിരായിരിക്കുമ്പോഴും കർത്താവിന്റെ സുവിശേഷവുമായി പൗലോസ് അവിടെ പാർക്കണമെന്ന് യുസ്തോസ് ആഗ്രഹിക്കുകയാണ്. He knew that if Paul is in Corinth, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുണ്ടെങ്കിൽ the whole Corinth would be filled with the gospel of Jesus. കർത്താവിന്റെ സുവിശേഷം കൊണ്ട് ഈ കൊരിന്ത് മുഴുവൻ നിറയുമെന്ന് യുസ്തോസിന് അറിയാമായിരുന്നു. People are living in immoral activities, ധാർമ്മികതയിൽ ജീവിക്കുന്ന ഇവിടെ ഈ ജനത, sinful activities, പാപമംഗലമായ ഈ ജനതയുടെ മനസ്സ്, who are abounding in all this worldly things, ലോകമയത്വത്തിൽ മുഴുകിപ്പോയ ഈ ജനത, they would all begin to worship Jesus Christ. അവരെല്ലാവരും പൗലോസ് അവിടെ ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന സമൂഹമായി രൂപാന്തരപ്പെടും യുസ്തോസ് വിശ്വസിച്ചു, ആഗ്രഹിച്ചു. Because of Justus taking Paul into his house, യുസ്തോസ് പൗലോസിനെ തന്റെ വീട്ടിൽ സ്വീകരിച്ചതിനാൽ, because of the generosity of Paul, Justus, യുസ്തോസിന്റെ ഔദാര്യ മനസ്ഥിതി മൂലം, because of the good hospitality of Justus, യുസ്തോസിന്റെ ആതിഥ്യ മര്യാദ മൂലം, wonderful person Paul could do wonderful things in Corinth. പൗലോസ് അപ്പോസ്തലന് വളരെയേറെ കാര്യങ്ങൾ കൊരിന്തിൽ ചെയ്യുവാൻ സാധിച്ചു. Justus, യുസ്തോസ്, he associated with Paul. പൗലോസിന്റെ മിഷണറി പ്രവർത്തനവുമായി യുസ്തോസ് ചേർന്ന് നിൽക്കുകയാണ്. Justus never associated with the people of that Corinth who were committing sin. പാപത്താൽ നിറയപ്പെട്ട കൊരിന്ത് ജനതയോടല്ല താൻ ചേർന്ന് നിന്നത്, പിന്നെയോ പൗലോസിനോട് താൻ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. He never associated with any of those kind of people who were doing all the evil activities. ആ പട്ടണത്തിലെ പാപത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ജനതയോടൊപ്പം അദ്ദേഹം ഒരിക്കൽ പോലും ചേരുവാൻ ആഗ്രഹിച്ചില്ല. Justus opted to become a good friend, associate with Paul. പൗലോസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ലൊരു സുഹൃത്തായി മാറുവാൻ യുസ്തോസ് ശ്രമിക്കുകയാണ്. In what kind of circumstances he associated with Paul? എങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് യുസ്തോസ് പൗലോസിനോട് ചേർന്നതെന്ന് നാം ചിന്തിക്കണം. When Paul was being hated by the Jews and Greeks. എല്ലാവരും പൗലോസിനെ വെറുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, when Paul was pushed aside, പൗലോസിനെ പുറന്തള്ളുവാൻ എല്ലാവരും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ, when Paul was not liked by the Jews and the Greeks, യവനന്മാരും യഹൂദന്മാരും ഒരുപോലെ പൗലോസിനെ വെറുക്കുന്ന സാഹചര്യത്തിൽ, but he wanted to associate. ഇവിടെ ഇതാ യുസ്തോസ് അപ്രകാരമുള്ള ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. The way he associated with Paul, പൗലോസിനോടൊപ്പം താൻ ചേർന്ന് നിന്ന രീതി എന്തെന്ന് നാം നോക്കിയാൽ, he testified to the Jews and the Greeks. യുസ്തോസ് യഹൂദന്മാരുടെ ഇടയിലും യവനന്മാരുടെ ഇടയിലും കർത്താവിനെ സാക്ഷിക്കുകയാണ്. Jews and Greeks, you do not like to associate with Paul.
യവനന്മാരോടും യഹൂദന്മാരോടും താൻ പറയുകയാണ്, നിങ്ങൾ പൗലോസിനോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ but I would like to associate with him. ഞാൻ പൗലോസിനോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. Why did Justus associate with Paul? എന്തിനാണ് യുസ്തോസ് ഇപ്രകാരം പൗലോസിനോട് ഒത്തുനിന്നത്? Why? എന്തിനാണ്? Because he looked into the life of Paul as a special person. പൗലോസിന്റെ ജീവിതത്തിൽ യുസ്തോസ് കാണുന്നത് ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ്, വ്യത്യസ്തനായ വ്യക്തിത്വത്തെയാണ്. Because he kept on hearing what Paul was teaching. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗങ്ങൾ നിരന്തരമായി യുസ്തോസ് കേൾക്കുകയായിരുന്നു. He heard what Paul was preaching. പൗലോസ് എന്താണ് പ്രസംഗിക്കുന്നതെന്ന് യുസ്തോസ് ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയായിരുന്നു. He believed in what Paul was preaching. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച വിഷയങ്ങളിൽ യുസ്തോസ് വിശ്വസിക്കുകയായിരുന്നു. He realized that he was teaching something very good to his life. തന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ അനിവാര്യമായ ചില കാര്യങ്ങളാണ് പൗലോസ് ലീഹ പറയുന്നതെന്ന് യുസ്തോസ് വ്യക്തമായി തിരിച്ചറിയുകയാണ്. His teaching was something that related to his life. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെന്ന് യുസ്തോസ് മനസ്സിലാക്കുകയാണ്. Teaching that can correct his life. തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നതെന്ന് യുസ്തോസ് മനസ്സിലാക്കുന്നു. Preachings that were helping him to come close to Jesus കർത്താവായ Christ. യേശുക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ, അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് താൻ പറയുന്നതെന്ന് യുസ്തോസ് തിരിച്ചറിയുന്നു. He never associated with any people in Corinth but except with Paul. കൊരിന്തിലെ മറ്റാരോടും യുസ്തോസ് ചേർന്ന് നിൽക്കുന്നില്ല, പിന്നെയോ പൗലോസ് ലീഹായോടുകൂടെ മാത്രം. Take up to lead a life, where you begin to associate with children of God. ദൈവജനത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ജീവിത മാർഗത്തിനായി യുസ്തോസ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. When Justus made his house a house for worship, യുസ്തോസ് തന്റെ വീട് ഒരു ആരാധനാ കേന്ദ്രമായി രൂപപ്പെടുത്തിയപ്പോൾ, by giving his house, തന്റെ വീട് വിട്ടു നൽകിയപ്പോൾ, that house became a place where Jews and Greeks were bridged together. ആ വീട് യഹൂദന്മാരും യവനന്മാരും സംയോജിപ്പിക്കപ്പെടുന്ന ഒരിടമായി രൂപപ്പെടുകയാണ്. Jews and non-Jews begin to come to that place and worship. യഹൂദന്മാരും യഹൂദേതരും ആ വീട്ടിൽ വന്ന് അനുരഞ്ജനത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരിടമായി ആ വീട് രൂപപ്പെടുകയാണ്. Justus became an instrument in bridging the gulf between Jews and non-Jews. യഹൂദന്മാരും യഹൂദേതരും തമ്മിലുള്ള വിടവ് നികത്തുന്ന ഒരു ഉപകരണമായി ഇവിടെ യുസ്തോസ് മാറുകയാണ്. Imagine Jews were dead against the other than Jews. യഹൂദന്മാർ യഹൂദേതരോട് ഒരിക്കൽ പോലും ബന്ധം പുലർത്തിയിരുന്നില്ല. Jews always considered themselves as the children of God. യഹൂദന്മാർ തങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ മക്കളെന്ന് വിശ്വസിച്ചവരാണ്. And people who were not Jews, യഹൂദേതരെ അവർ കണ്ടത്, they considered them as the children of devil. അവൾ പാപത്തിന്റെ സാത്താന്റെ സന്തതിയെന്ന് അവരെ വിളിച്ചിരുന്നു. Such a kind of dead enmity between the Jews and the non-Jews. അപ്രകാരമുള്ള തീവ്രമായ എതിർപ്പ് നിലനിന്ന ഒരു പശ്ചാത്തലത്തിൽ What happened? എന്താണ് അവിടെ സംഭവിച്ചത്? What happened? എന്താണ് അവിടെ നടന്നത്? Justus' house became a house to bridge this gulf between these two. ഈ അകൽച്ചകളെയും ഇവിടവുകളെല്ലാം നികത്തുന്ന ഒരിടമായി യുസ്തോസിന്റെ ഭവനം രൂപാന്തരപ്പെടുകയാണ്. Justus became an instrument in binding these two communities. ദൈവത്തിന്റെ കരത്തിലെ ഒരു ഉപകരണമായി യുസ്തോസിന്റെ വീടും മാറുകയാണ്. Jews and the non-Jews were worshipping in the house of Justus. യഹൂദന്മാരും യഹൂദേതരും ഒരുമിച്ച് ചേർന്ന് ആ ഭവനത്തിൽ ആരാധിക്കുകയാണ്. Dear brothers and sisters, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, God wants your house to be like this. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ അപ്രകാരമായി തീരുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. As it was in Corinth, Justus' house. കൊരിന്തിൽ യുസ്തോസിന്റെ വീട് പോലെ In your city, God wants your house. നാം ആ പാർക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വീടുകൾ പരിവർത്തനപ്പെടണം. A house of healing. സൗഖ്യദായക ഇടമായി നമ്മുടെ വീടുകൾ തീരണം. Healing relationships. ബന്ധങ്ങളുടെ അകൽച്ച അകറ്റുന്ന സൗഖ്യം പകരുന്ന ഇടമായി തീരണം. Driving away the differences. എല്ലാ വ്യത്യാസങ്ങളെയും എല്ലാ അകൽച്ചകളെയും ആട്ടി പുറത്താക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ തീരണം. Bridging the gulfs that were divided on the basis of God's children and non-God's children. ദൈവജനമൊന്നും ദൈവജനം അല്ലാത്തവരൊന്നും നാം പറഞ്ഞുണ്ടാക്കിയ അകൽച്ചകളെ അകറ്റുന്ന കൂട്ടി യോജിപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ തീരണം. We also find Justus was not only a person who gave his house, who turned his house into a worshipping place. യുസ്തോസ് തന്റെ വീട് ദൈവ ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, but he is known because he sacrificed his identity. അദ്ദേഹം താൻ ഉണ്ടാക്കിയെടുത്ത തന്റെ സ്വത്വബോധം, തന്റെ ഉണ്മ തന്നെ അദ്ദേഹം ദൈവം മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. If you turn your Bibles to Colossians 4:11, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
11-ാം വാക്യം താൻ വായിക്കുമ്പോൾ if you really look into this sentence, Jesus who is called Justus also sends greetings. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. കൊലോസ്യർ 4:11. His name was Jesus. യുസ്തോസിന്റെ പേര് യേശു എന്ന് മാറുകയാണ്. Justus' original name was Jesus. യുസ്തോസിന്റെ യഥാർത്ഥ പേര് യേശു എന്ന് ആകുകയാണ്. But down the line, as the days passed by, നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ he said, no more Jesus. I'm not worthy to be called as Jesus, but I can be called as Justus. യേശു എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ അവൻ തന്റെ പേർ യുസ്തോസ് എന്ന് മാറ്റിയെന്ന് ഇവിടെ കാണുകയാണ്. For whose sake his sacrifice? ആരുടെ പേരിലാണ് താൻ ഇപ്രകാരം ത്യാഗം സഹിച്ചത്? Justus sacrificed for the sake of Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുവാൻ ത്യജിക്കുവാൻ യുസ്തോസ് സന്നദ്ധനാകുകയാണ്. I cannot go along with this name. ഈ പേരുമായി മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് അയാൾ സമ്മതിക്കുകയാണ്. I'm not a worthy child. ഞാൻ അപ്രകാരം വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് I don't deserve it. എനിക്കതിന് യോഗ്യതയില്ല എന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. For Jesus' sake. യേശുവിന്റെ നാമത്തിൽ It is only Jesus who has to be called as Jesus. യേശുവിനെ മാത്രമേ ആ പേര് വിളിക്കുവാൻ യോഗ്യതയുള്ളൂ. I'm not worthy to be called as Jesus. യേശു എന്ന പേര് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടാകുകയാണ്. I don't deserve it. എനിക്കതിനുള്ള യാതൊരു യോഗ്യതയും വിലയുമില്ല. My dear brothers and sisters, പ്രിയപ്പെട്ടവരെ, he not only sacrificed his house, തന്റെ വീട് മാത്രമല്ല അയാൾ തുറന്നു കൊടുത്തത്, he sacrificed his name also. അവന്റെ പേരും അവൻ വിട്ടുകൊടുക്കുകയാണ്. For the sake of Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി. Is there something in your life, in your city, you want to sacrifice for Jesus' sake? യേശു ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പട്ടണത്തിൽ എന്തെങ്കിലും ഉണ്ടോ? Is there something that you have sacrificed in your life? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ത്യജിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? In Corinth, Justus sacrificed his name. കൊരിന്തിൽ യുസ്തോസ് തന്റെ പേർ കർത്താവിന് വേണ്ടി ത്യജിക്കുകയാണ്. He sacrificed his house. തന്റെ വീട് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. This morning, ഈ പ്രഭാതത്തിൽ is there something that you can say that you sacrifice something for Jesus? കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുപ്പാൻ എനിക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? Is there some place that you can say that I sacrifice this for my Lord Jesus' sake? പാർക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ത്യജിക്കുകയാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? Can you say that all to Jesus I surrender? കർത്താവിന് വേണ്ടി എല്ലാം സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ, വിധേയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? Is there something that you surrendered for Jesus? യേശുവിന് വേണ്ടി സമർപ്പിച്ചത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? If you have surrendered, that shows that you sacrificed something. നിങ്ങൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തുവെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ത്യജിച്ചു എന്നാണ്. And this simple common man, Justus, ഈ സാധാരണക്കാരനായ മനുഷ്യൻ യുസ്തോസ്, he was not only a person who sacrificed his identity. അവന്റെ ഉണ്മ, അവന്റെ സ്വത്വം മാത്രമല്ല അവൻ ത്യജിച്ചത്. If you turn your Bibles to Acts 18, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം verse 10, 10-ാം വാക്യത്തിൽ there you see that അവിടെ നാം വായിക്കുകയാണ്, he was an instrument to make Paul realize his great words that Jesus assured him. 9-ഉം 10-ഉം വാക്യങ്ങൾ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണം നിനക്ക് ധാരാളം ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. I have many people in this city. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് ദൈവം തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പൗലോസിനോട് പറയാൻ ഇടയായി തീർന്നത് യുസ്തോസ് ആയിരുന്നു നമുക്കറിയാം. When Paul was going to Corinth, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലേക്ക് ചെല്ലുമ്പോൾ God gives this promise to Paul. ഈ വലിയ വാഗ്ദാനം പൗലോസിന് കർത്താവ് നൽകുകയാണ്. Paul, do not worry. പൗലോസേ, നീ ഭയപ്പെടരുത്, നീ മിണ്ടാതിരിക്കരുത്. Corinth is a dangerous place. കൊരിന്ത് അപകടകരമായ ഒരു ഇടമാണെന്ന് നിനക്ക് തോന്നാം. People in Corinth are terrible people. കൊരിന്തിലെ ജനം അപകടകാരികളായ ആളുകളാണ്. People are living in sin there. പാപത്തിൽ ജീവിക്കുന്നവരാണ്. They are the people who love sin. പാപത്തെ സ്നേഹിക്കുന്നവരാണ്. People do not like something of God. ദൈവത്തെ ആഗ്രഹിക്കാതെ ദൈവത്തെ വെറുക്കുന്ന ജനമാണ്. They only like to always attach themselves with something of this world. ലോകമയത്വത്തിൽ മുഴുകിയ ജനതയാണ് കൊരിന്തിലെ ജനം. Do not worry. എന്നാൽ നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. Cheer up, Paul. നീ സന്തോഷിക്കുക, I am with you.
ഞാൻ നിന്നോട് കൂടെയുണ്ട്. I'm with you. ഞാൻ നിന്നോട് കൂടെ എല്ലാ I will നാളും see ഉണ്ട്. that no one attacks you. നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പാക്കും. No one harms you. നിന്നെ ആർക്കും അപകടപ്പെടുത്തുവാൻ കഴിയുകയില്ല. Because there are many people whom I kept for you in that city. കാരണം ഈ പട്ടണത്തിൽ ഞാൻ ധാരാളം ആളുകളെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. Among that many people, അപ്രകാരമുള്ള ആളുകളുടെ ഇടയിൽ it was Justus. അത് യുസ്തോസ് എന്ന ഒരാൾ ഉണ്ടായിരുന്നു. Justus taking Paul into his house. യുസ്തോസ് എന്ന വീട്ടിലേക്ക് പൗലോസിനെ സ്വീകരിക്കുകയാണ്. You know, he made Paul to realize this promise. ഈ വലിയ വാഗ്ദാനം തിരിച്ചറിയുവാൻ തക്കവണ്ണം പൗലോസിനെ സഹായിച്ചത് യുസ്തോസ് ആണെന്ന് ഈ ഭാഗം നമ്മെ A ഓർപ്പിക്കുകയാണ്. simple man, Justus. സാധാരണക്കാരനായ ഒരു മനുഷ്യനായ യുസ്തോസ്, An ordinary person, Justus, യുസ്തോസിനെ പോലെയുള്ള സാധാരണക്കാരനായ മനുഷ്യൻ is used as an instrument for the great man of God, Paul, to realize God's promise. ദൈവത്തിന്റെ വാഗ്ദാനം തിരിച്ചറിയുവാൻ തക്കവണ്ണം പൗലോസിനെ പോലെ ഉത്തമനായ ഒരു വ്യക്തിയെ സഹായിച്ച ഒരു ഉപകരണമായി യുസ്തോസ് രൂപപ്പെടുകയാണ്. A simple man became a great, a blessed man to Paul. നിസ്സാരക്കാരനായ ഒരു മനുഷ്യൻ പൗലോസിന് അത്ഭുതമായ അനുഗ്രഹമായി തീരുകയാണ്. This is what God wants to do. ദൈവം ഇപ്രകാരമാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. He's not only God who can do in Corinth. കൊരിന്തിൽ ഇപ്രകാരം ചെയ്തുവെങ്കിൽ He's a God who can do it right now. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ അപ്രകാരം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. God who can bless, Justus can bless you also. യുസ്തോസിനെ അനുഗ്രഹിച്ചവനായ ദൈവത്തിന് ഇന്ന് നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ സാധിക്കും. Nobody expected that Justus would do this way. യുസ്തോസ് ഇപ്രകാരമായി തീരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. Even Justus never dreamt in his life. യുസ്തോസ് പോലും അങ്ങനെ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. But God could do it. എന്നാൽ ദൈവത്തിന് ഇപ്രകാരം ചെയ്യുവാൻ സാധിച്ചു. God used him. ദൈവം അവനെ ഉപയോഗിക്കുകയാണ്. God can also use you. ഈ ദൈവത്തിന് നിങ്ങളെയും എന്നെയും ഉപയോഗിക്കുവാൻ സാധിക്കും. God can also bless you. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. This child who has become a blessing to my God's servant, എന്റെ ശുശ്രൂഷകന് ഒരു അനുഗ്രഹമായി തീർന്ന ഈ യുസ്തോസിനെ I will lift him up. ഞാൻ അവനെ ഉയർത്തി. He who made his house a worshipping place. തന്റെ വീട് ആരാധനാലയമായി രൂപപ്പെടുത്തിയ യുസ്തോസിനെ, One who made the relationships bridge between the Jews and non-Jews. യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നിരുന്നപ്പോൾ അതിനെ അടുപ്പിച്ചതായ യുസ്തോസിനെ, A man who sacrificed for me. തന്റെ ജീവിതത്തെ തനിക്ക് വേണ്ടി ത്യജിച്ചവനായ യുസ്തോസിനെ, A man who was an instrument in making Paul realize his promise. ദൈവത്തിന്റെ വാഗ്ദാനം തിരിച്ചറിയുവാൻ പൗലോസിനെ സഹായിച്ച യുസ്തോസിനെ, A man who worshipped in Corinth. കൊരിന്തിൽ ദൈവത്തെ ആരാധിച്ചവനായ യുസ്തോസിനെ, How will I leave him? എനിക്ക് അങ്ങനെ കൈവിടുവാൻ സാധിക്കുമോ ദൈവം ചിന്തിച്ചു. How can I just leave him like that? അവനെ അപ്രകാരം കൈവിടുവാൻ കഴിയില്ലെന്ന് ദൈവം തീരുമാനിച്ചു. I'm going to do something in his life. അവന് വേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു. When he was there, an instrument to do something in God's servant's life. ദൈവത്തിന്റെ ശുശ്രൂഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തതാണ് യുസ്തോസിനെ. I want to do something in his life. അവന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ തമ്പുരാൻ തീരുമാനിച്ചു. What God did? ദൈവം യുസ്തോസിന് വേണ്ടി എന്താണ് ചെയ്തത്? He blessed him as a bishop. അദ്ദേഹത്തെ ഒരു ബിഷപ്പായി ദൈവം അവരോഹിക്കുകയാണ്. He was not just as a bishop. അപ്രകാരം വെറും ഒരു ബിഷപ്പ് മാത്രമല്ല, He is venerated as a Saint Justus. അദ്ദേഹം ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. That is what God does. ഇതാണ് ദൈവത്തിന്റെ ക്രിയകൾ. God will never leave you where you are. നമ്മെ ദൈവം അപ്രകാരം പ്രിയപ്പെട്ടവരെ കൈവിടുകയില്ല. God will not forget. ദൈവം നമ്മെ മറക്കുന്നവനല്ല. God never forgot Justus in Corinth. യുസ്തോസിനെ ദൈവം മറന്നില്ലല്ലോ. He thought of Justus ദൈവം അവനെ ഓർത്തു. and he blessed him. അവനെ ദൈവം അനുഗ്രഹിച്ചു. My dear brothers and sisters, എന്റെ പ്രിയപ്പെട്ടവരെ, today God is going to do that in your life. നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരം ചെയ്യുവാൻ ഇന്ന് രാവിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. If you lead a life like Justus, യുസ്തോസിനെ പോലെയുള്ള ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ, as Justus lived in Corinth, യുസ്തോസ് കൊരിന്തിൽ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, cheer up yourself. നിങ്ങൾ ആനന്ദിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. Do not worry about the troubles. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. Do not worry about the problems. ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. Do not worry about yourself. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ആദിപ്പെടേണ്ട. Just welcome God's servants. ദൈവത്തെയും ദൈവജനത്തെയും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കൂ. Turn your houses into homes of worship. നിങ്ങളുടെ ഭവനങ്ങളെ ആരാധനാലയങ്ങളായി നിങ്ങൾ രൂപാന്തരപ്പെടുത്തൂ. Let praises come out of your house. നിങ്ങളുടെ ഭവനങ്ങളിൽ സ്തോത്രവും സ്തുതി ഉയരട്ടെ. Let God's name be lifted up. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ നാമം പ്രബലപ്പെടട്ടെ. Begin to sacrifice for your identity for God's sake. നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ ദൈവമൗത്വത്തിന് വേണ്ടി നിങ്ങൾ അടിമപ്പെടുത്തുക, നിങ്ങൾ വിട്ടുകൊടുക്കുക. God will bless you. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. Justus also became a bishop because of God's grace. യുസ്തോസും ദൈവകൃപയാൽ ഒരു ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. Justus became a saint because of God's grace. ദൈവകൃപയാൽ അദ്ദേഹം ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു.
The same good thing God wants to bless you today. ആ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. May the good Lord who blessed Justus in Corinth, കൊരിന്തിൽ യുസ്തോസിനെ അനുഗ്രഹിച്ചവനായ ദൈവം, the good Lord who blessed Reuben, രൂപൻ മാർക്ക് ബിഷപ്പിനെ അനുഗ്രഹിച്ചവനായ ആ ദൈവം, may the good Lord bless you in your city. നിങ്ങളെയും എന്നെയും നാം പാർക്കുന്ന ഇടങ്ങളിൽ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.